ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ബ്രോ? 19 വയസ്സുള്ള ഒരു ചെടിയാണ്, പക്ഷെ ഒരു മരമാണ്. ഇതൊക്കെ എന്നേലും പ്രായമുള്ളവരൊക്കെ ഒരു വയസ്സിന് മൂത്ത ആളാണ് ഇത് ഇരിക്കുന്നത്. എന്റെ അമ്മയാണ് ഈ നഴ്സറി തുടങ്ങി വെച്ചത്. എന്നേലും പ്രായമുണ്ട് എന്റെ നഴ്സറിക്ക്. ഇനി കുറച്ച് വെറൈറ്റി ആൾക്കാരെ പരിചയപ്പെടാം. ഇതെന്താണ് ബ്രോ? ഇതിന്റെ ഇടയ്ക്ക് 22 വയസ്സുള്ള ഒരാളെ കാണിച്ചു തരാം. അതേ പവിഴമല്ലി എന്നാണ് പേര്. ഒരേ ദിവസം അവര് കളർ മാറിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ കണിക്കൊന്ന പൂത്ത് നിൽക്കണ പോലെയാണ് നമ്മൾ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ. ഇത് രാത്രി കാലങ്ങളിലാണ് ഇത് പൂക്കണത്. നമ്മുടെ ഇസ്രായേലത്തിയാണിത്. ഇത് പഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേൻ പോലെയാണ് ഇതിന്റെ ടേസ്റ്റ്. സത്യത്തിൽ ഇവരുടെ വീടിന്റെ ഉള്ളിലോട്ട് കയറി ഞെട്ടിപ്പോവും അല്ലെ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലാണ്. ബ്രോ നമസ്കാരം. എന്റെ പേര് സുദേഷ്ണന്റെ വീട്ടിലാണ് വന്നത്. കൂടാതെ ഇവിടെ വീടുമാണ്, നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം കൂടിയാണ്. നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇത്, നഴ്സറിയാണ്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട്, ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ട്. നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്, അതിൽ ഫ്ലവറിംഗ് വരുന്നുണ്ട്, ലീഫി പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം വെറൈറ്റി ആണ്. നമുക്ക് എല്ലാം ഒന്ന് പെട്ടെന്ന് കാണാം. ഇത് എന്ത് വെറൈറ്റിയാ? ഇത് കാക്കരമുല്ല എന്ന് പറയും ചേട്ടാ. സാധാരണ മുല്ല പോലെ അല്ല. ഇതിന്റെ മൊട്ടിന്റെ ഈ സൈസ് തന്നെ കണ്ടോ, ഇത്രയും വലിയ സൈസ് നമുക്ക് കടകളിൽ പോലും കാണാൻ വേണ്ടി. മുല്ലമുട്ട ചെറുതായിരിക്കും, നീണ്ടിരിക്കും. ഇത് നല്ല നീണ്ടിരിക്കും, കാക്കരമുല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ കൊറിയർ ചെയ്യും അല്ലേ? ഇതെല്ലാം നമുക്ക് കൊറിയർ ചെയ്യും. ഇതെല്ലാം നമുക്ക് വള്ളിച്ചെടികളാണ് വരുന്നത്. വള്ളിയുടെ ക്രീപ്പേഴ്സിന്റെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മണിമുല്ല ഇപ്പൊ എല്ലാം ട്രെൻഡിങ് ആണ്. കടലാസ് പൂ, ബോഗൻവില്ലയുടെ നമുക്ക് മൾട്ടി കളേഴ്സ് മുതൽ എല്ലാം വരുന്നുണ്ട്. വേനൽക്കാലമാണ്, വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൂവുണ്ടാവും. സീസൺ ആണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. നമുക്ക് ഈ സാധനം എല്ലാവർക്കും അറിയാം. നമ്മള് കുറച്ചാൾ മുമ്പ് വീഡിയോ ചെയ്ത് അല്ലേ? അതെ. നമ്മൾ ആ ചെടി മേടിച്ചത് പൂത്ത് ഒരുപാട് ബട്ടർഫ്ലൈ ഒക്കെ വന്നിരുന്നു. ഒരുപാട് പേര് ഇതിന്റെ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അതെ, ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് കേട്ടോ. ഒരു ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ നമുക്ക് പല സൈസിലും നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. വലുതൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ നമുക്ക് വലിയ ഇതെല്ലാം ഫ്ലവർ ആകാൻ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. എല്ലാം ഇപ്പൊ ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. ഇവിടെ ഉണ്ട്. ഇതാണ് അതിന്റെ ഫ്ലവർ അല്ലേ? അതാണ് അതിന്റെ ഫ്ലവർ വരുന്നത്. ഇത് ചിലര് പറഞ്ഞു മറ്റേ കിളിക്കച്ചെടി, വേറെ എന്തോ ഒരു ഇത് പറഞ്ഞല്ലോ. ഇതേ ചില ആൾക്കാർക്ക് ചെറിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ റോട്ടിന് നമുക്കൊരു ചെടി കാണാം, പക്ഷെ ഇതിന്റെ ഇലകൾ ശ്രദ്ധിക്കുക. നീളൻ ഇലകളാണ്. മറ്റേതിന്റെ മൂന്ന് ഇലകൾ ഇത്തിരി റൗണ്ട് ഇലകളായിട്ട് വരും. അതെ, നമ്മൾ എവിടെ പോകുമ്പോഴും കാണാൻ പറ്റും. റോഡ് സൈഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. അതല്ല, ഇത് വേറെയാണ്. പൂ കാണാൻ ചെറിയൊരു സാമ്യമുണ്ട്, അതുകൊണ്ടാണ് ഒരു തെറ്റിദ്ധാരണ. ഇത് സാധാരണ ഇതിൽ പറ്റുമോ എന്ന് പറയും. ഇതിന് ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാകും. അല്ല, പിങ്ക് കളർ പൂക്കൾ ഉണ്ടാവും. നല്ല ഭംഗികളാണ് പൂക്കൾ ഉണ്ടാക്കാൻ. മുസാണ്ട നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇതായിട്ട്. ഇത് അന്ന് വലുതാവൂല ഒരുപാട്, പക്ഷെ ഇതിപ്പോ ഹൈബ്രിഡ് ആണ്. നേരത്തെ വലുതായാലും പൂവുണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഇതിൽ തന്നെ ഇപ്പൊ എല്ലാം ചെറുതിലെ തന്നെ ഫ്ലവേഴ്സ് ആണ്. അടിപൊളി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന ചെടി, പവിഴമല്ലി എന്ന് പറയും. പവിഴമല്ലി. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഫ്ലവേഴ്സ് തന്നെയാണ്. ഇതാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത്. ഇതില് രാത്രി കാലങ്ങളിലാണ് ഇത് പൂക്കണത്. ഇതില് തണ്ടില് ഒരു റെഡ് വരും, അതേപോലെ തന്നെ വൈറ്റ് ഫ്ലവേഴ്സ് വരും. രാവിലെ ആകുമ്പോൾ ഇവര് മൊത്തം കൊഴിഞ്ഞ് നിലത്തേക്ക് വീഴും. രാത്രി പൂക്കും, രാവിലെ ആകുമ്പോൾ കൊഴിഞ്ഞ് താഴെ വീഴും. എല്ലാം കൊഴിഞ്ഞു. പക്ഷെ ഇതിന്റെ സ്മെല്ല് നമുക്ക് അപാരമാണ്. അതെന്താ അതിന്റെ പ്രത്യേകത? ഇതെന്താ വെച്ചാൽ ഇത് പണ്ട് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ സീതേനെ തട്ടിക്കൊണ്ടുപോയപ്പോ രാവണൻ, സീത ഇരുന്ന് കരഞ്ഞപ്പോ സീതയുടെ കണ്ണീർ ഒപ്പിയെടുത്തത് ഇതിന്റെ പൂക്കളാന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പൂക്കൾ റെഡ് കളർ വരുന്നതെന്നാണ് ഒരു വിശ്വാസം. അതാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അതെ. രാവിലെ ആകുമ്പോൾ കൊഴിഞ്ഞു പോകും. ഇത് ആൾക്കാർ തുളസിത്തറയുടെ അടുത്ത് വെക്കും. അങ്ങനെ ഇതിന്റെ പൂക്കൾ തുളസിത്തറയിലേക്ക് വീഴാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ പേരെന്താ? പവിഴമല്ലി എന്നാണ് പേര്. നൈറ്റ് ജാസ്മിൻ ഒന്നും ചിലവര് പറയുന്നത്. അങ്ങനെ പറയും. ഇതിന്റെ പേരൊക്കെ ചെറുതാണ് കേട്ടോ. അതൊക്കെ എല്ലാം കായ്ച്ചു നിൽപ്പുണ്ട് അല്ലേ? എല്ലാം ഫ്രൂട്ട് ആയി നിൽക്കുന്ന പേരാണ്. ഇതെല്ലാം ഫ്ലവർ ഹൈബ്രിഡ് അല്ലേ? എല്ലാം ഇപ്പൊ എല്ലാം വരുന്നത് ബഡഡ് അല്ലെങ്കിൽ ലെയർഡ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എല്ലാം ചെറുതിലെ തന്നെ ഫ്രൂട്ട് ആയി തുടങ്ങിയ പ്ലാന്റ്. അങ്ങനെ വരും. ഇവിടെ മറ്റേ പ്ലാസ്റ്റിക് ഇതുപോലെ ഉണ്ടല്ലേ? ചൈന ഡോൾ. അത് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒരേപോലെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അധികം കെയറോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വെറൈറ്റി ആണല്ലോ. ഇത് ഡിസ്മോഡിയം. നമ്മുടെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ. അത് കണ്ടോ ഇപ്പൊ? ഇതിന്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയാണ്. ഇത് നമ്മൾ സൺലൈറ്റ് വെക്കണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഈ തണലത്ത് നിന്നിട്ടാണ് ഇങ്ങനെ. അപ്പൊ വെയിലത്താന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ കത്തിയേക്കും. ശരിക്കും നമ്മുടെ വീടിന് ഒരു അടയാളമായിട്ട് ഇതിന്റെ ഒരെണ്ണം വെച്ചു കൊടുത്താൽ വലുതാവും. മരവും തണൽ മരവും. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്താ? റോസ്മേരി. നമ്മുടെ തലയിൽ തേക്കുന്ന നമ്മുടെ എണ്ണ. ഇപ്പൊ എല്ലാരും തലയിൽ റോസ്മേരി എടുക്കുന്നത്. ഇപ്പൊ ആൾക്കാർ 10 മണി ചെടിയാണ്. അല്ലല്ല, ഇപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന എണ്ണ റോസ്മേരി. ഇത് ഓൺലൈനിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. അതൊരു ഹെർബൽ പ്ലാന്റ് ആണ്. അതെ, ഇത് ഉണ്ടാക്കിയിട്ട് ചായപ്പൊടിക്ക് പകരം നമ്മൾ ഇതിന്റെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. ഇതെന്താ? ഇത് ഉണ്ടായിരിക്കണം ഇസ്രായേലത്തി.
അതാണ് ഇത്ര ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മുടെ ഇസ്രായേലത്തെയാണിത്. ആ. ഇത് പഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേൻ പോലെയാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ഈ സാധനമൊക്കെ ഇവിടെ വന്നാ അല്ലേ ഫ്രൂട്ടോടെ കൂടെ തന്നെ നമുക്ക് മേടിച്ചിട്ട് അയച്ചു കൊടുക്കുമല്ലോ. എല്ലാ സാധനവും എടുത്ത് അയച്ചു വരുന്നത് കൊറിയർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ക്രീപ്പർ പ്ലാന്റ്സ് ആണ് ചേട്ടാ. തുമ്പോർജിയ എന്ന് പറയും. നിറയെ ഫ്ലവർ ഉണ്ടാവും. നമുക്ക് പന്തൽ പോലെയൊക്കെ പന്തൽ പോലെ ഇങ്ങനെ നിറച്ച് മഞ്ഞ കളർ ഉണ്ട്, നീല. അതെ അതെ, നമുക്ക് കാറ്റ്സ് ക്ലോ അതേപോലെ തന്നെ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അധികം കെയറോ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും വേണ്ട. ഇനി കുറച്ച് വെറൈറ്റി ആൾക്കാരെ പരിചയപ്പെടാം. അതെന്താണ് ബ്രോ? കലാഞ്ചോ പ്ലാന്റ്സ്. നമുക്ക് നിറയെ ഫ്ലവർ കിട്ടും. ചിലവർക്കുള്ള ഇതാണ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അധികം കിട്ടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ്. നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, എന്നിട്ട് എന്ന് വെച്ചാൽ നേരിട്ട് സൂര്യപ്രകാശം വേണ്ട. നമുക്ക് നമുക്ക് ബാൽക്കണിയിലൊക്കെ വെക്കാം. ഒരുപാട് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ട് ഒരുപാടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്? ഈ ഒരു ബന്ദി പോലെയൊക്കെ നിൽക്കുന്ന ബന്ദിയുടെ തന്നെ വേറെ വെറൈറ്റി ക്രിസാന്തമോ എന്ന് പറയും. ഹൈബ്രിഡ് ബന്ദിയാണ് ഇത്. ഇതിപ്പോ മൾട്ടി കളേഴ്സ് ആണ് വരുന്നത്, മിക്സഡ് കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ എന്ത് രസമാണ്, വെറൈറ്റി ആണ് സംഭവം. പിന്നെ ഇതൊക്കെ എന്താ? ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഇത് ഓക്സാലിസ് എന്ന് പറയും ചേട്ടാ. ഇതിന്റെ ഇലകള് ചിത്രശലഭങ്ങളെ പോലെയാണ്. ഇങ്ങനെ അനങ്ങി കഴിഞ്ഞാൽ അത് തോന്നുന്നത്. ഇതെല്ലാം ചിത്രശലഭങ്ങളെ പോലെ ഇതിന്റെ ഇലകൾ. ഇതിന്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നും പറയും. ഓക്സാലിസ് എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. നമ്മുടെ നഴ്സറിയുടെ പേര് ബട്ടർഫ്ലൈ നഴ്സറി. ബട്ടർഫ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ടല്ലേ? അതെ അതെ അതെ. ഇതാണ് നമ്മുടെ മറ്റേ ഇതല്ലേ? അതാണ് നമ്മുടെ ബോൺസായി. ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് വരുന്ന ബോൺസായി എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ബോൺസായി ആണ് ഇതല്ലേ? അതെ. പക്ഷെ ഇവിടത്തെ ഒറിജിനൽ ഉണ്ട്, അത് നമുക്ക് മേളിൽ കാണാം. അതെ അതെ അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോ എല്ലാവർക്കും റീസണബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഇതാണ്. പക്ഷെ ഒറിജിനൽ ഇവനല്ല. ഒറിജിനൽ ടെറസിന്റെ മേലുണ്ട്, നമുക്കത് കാണാം. അതെ, ഓക്കെ ബ്രോ. ഇതെന്ത് സാധനമാണ്? ഇത് നമ്മുടെ ക്രീപ്പർ റോസ്. നമ്മുടെ സാധാരണ റോസ് അല്ല, ക്രീപ്പർ റോസുകളാണ്. ഒരുപാട് പൂ ഉണ്ടാവും അല്ലേ? ഒരുപാട് പൂക്കൾ ഉണ്ടാകും. നമുക്ക് ആർച്ച് പോലെയൊക്കെ വീടിന് മുമ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ്. നമുക്ക് ഇതിൽ 3 കളേഴ്സും കിട്ടും. ഇത് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ചെടിയിൽ തന്നെ 3 ഫ്ലവേഴ്സ് ആണ്. എന്ന് വെച്ചാൽ 3 തരം ഫ്ലവേഴ്സ് അല്ല, ഒരു ഫ്ലവർ തന്നെ കളർ ചേഞ്ച് ചെയ്യും. ഒരേ ദിവസം അവര് കളർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് അവര് നീലയാണ്, നാളെ ആകുമ്പോ നീല ഇത്തിരി ലൈറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോ ഇത് വൈറ്റ് കളർ ആവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കളർ ചേഞ്ചിങ് ആണ് ശരിക്കും അത്. ഇതെന്താണ് ബ്രോ? ചേട്ടാ ഇതിന്റെ ഇലകൾ കണ്ടാ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെയാണ്. രാവിലെ ഒന്ന് മുറ്റത്തിറങ്ങി ഈ ചെടിയിലേക്ക് നോക്കിയാൽ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെയാണ്. രസമുണ്ട്, നല്ല തുളുമ്പി നിൽക്കണത്. സ്നോ ബുഷ് എന്നാണ് ഇതിന്റെ പേര്. സ്നോ ബുഷ്. ഓ അടിപൊളി. ടെറസിന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം? നമ്മുടെ അകത്തിച്ചീര എന്ന് പറയും. ഒരുപാട് ഗുണമുള്ളതാണ് അല്ലേ? കണിക്കൊന്ന പോലത്തെ ചെടി എന്ന് പറഞ്ഞല്ലേ? അതെ അതെ. ഇതാണ് ഇത്. വെയിലത്ത് നിൽക്കുമ്പോൾ അതിന്റെ കളർ കണ്ടോ, നല്ല രസമില്ലേ? ഇതിന്റെ പേരെന്താ? ഡിസ്മോഡിയം എന്ന് പറയും ചേട്ടാ. ഡിസ്മോഡിയം. ഓക്കെ. ഫ്രൂട്ട്സും ഉണ്ട്. നമ്മൾ ബോൺസായി ആയിട്ട് ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്, ഫ്ലവറിംഗ് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ലീഫി പ്ലാന്റ്സും നമ്മൾ ബോൺസായി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ബോൺസായി എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അമ്മ ഒറിജിനൽ ആണ്. വെച്ചാൽ എന്നേലും പ്രായമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലവരും. ചെടികൾ അത് ഏതൊക്കെയാ? ഇതൊക്കെ എന്നേലും പ്രായമുള്ളവരാണ്. ഒരു വയസ്സിന് മൂത്ത ആളാണ് ഇത് ഇരിക്കുന്നത്. എന്റെ അമ്മയാണ് ഈ നഴ്സറി തുടങ്ങി വെച്ചത്. എന്നേലും പ്രായമുണ്ട് എന്റെ നഴ്സറിക്ക്. അങ്ങനെയാണ് അന്ന് ഉണ്ടാക്കിയതാണ്. അതെ അതെ, അന്ന് മുതലേ ഇത് കൂടെ ഉള്ളതാണ്. ഇതാണ് അമ്മ. ഇതാണ് എന്റെ അമ്മ. അമ്മയുടെ പേര് ശോഭ. അമ്മയുടെ ആദ്യത്തെ ഒരു ഇതാണല്ലേ ഇത്? ഓ, എല്ലാ റൂട്ട് പുറത്തായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും മണ്ണില്ല ചേട്ടാ. ഇവരിങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തേക്കാണ്. ഇത് നമ്മള് റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയ മരമായിട്ട് നിറയെ പൂക്കളായിട്ടൊക്കെ നിൽക്കണത്. ഇഴച്ചെമ്പകം. ഇതില് പൂ ഉണ്ടാവാറുണ്ടോ? നിറയെ പൂ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഇവിടെ ഈ ചെടികളെ കണ്ടാൽ നമുക്കൊന്നും തോന്നുന്നില്ല, പക്ഷെ ഇതിനൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഇതെല്ലാം ബോൺസായി അല്ലേ? ഇതെന്താണ്? ഇത് മലയാളത്തിൽ പറയുന്നത് സൗഹൃദ പച്ചാന്ന്, പൈസോണിയം പറയും. ഇത് ശരിക്കും പറഞ്ഞാല് ഇതിന് 2 വയസ്സായിട്ടുള്ളൂ. 2 വയസ്സായുള്ളൂ. ഇത് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിന്റെ ലീഫ് നമുക്ക് തോരൻ വെച്ച് ഉപയോഗിക്കാം. പിന്നെ അപ്പൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ കഴിക്കാൻ പറ്റും. ഇതിനൊക്കെ എത്ര പ്രായമുണ്ട് ഏകദേശം? ഇതിനൊക്കെ 10-15 വയസ്സുണ്ട്. 10-15 വയസ്സുണ്ട്. ഇതിങ്ങനെ ഇതാക്കി വെച്ചേക്കോ അല്ലേ? ഇത് കമ്പി വെച്ചിട്ട് നമ്മ വളച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പില് ചെയ്തെടുക്കും. അതുപോലെ വളഞ്ഞും തിരിഞ്ഞൊക്കെ വരും. അതെ അതെ. ഇത് ഫൈക്കസ് മൈക്രോകാർപ്പ എന്ന് പറയും. ഇതിന് 19 വയസ്സുണ്ട്. 19 വയസ്സുണ്ട്. ഇത് കണ്ടാ പറയോ 19 വയസ്സുള്ള ഒരു ചെടിയാണ്, പക്ഷെ ഒരു മരമാണ്. അതെ അതെ. ഇതെല്ലാം ആൽവർഗത്തിൽപ്പെട്ട ചെടികളാണ്. വലുതാവുന്ന ചെടികളാണ് ഇതൊക്കെ. അടിപൊളി. 365 ദിവസം ഞാൻ ഇവിടെ വന്നോ? ഈ ചെടിയിൽ സപ്പോർട്ടാ ഞാൻ കാണിച്ചു തരാം. ഉണ്ടാവും.
ഗ്യാരണ്ടിയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ? അത് വെച്ചേക്കുന്നത് കണ്ട ഇത്ര ഉള്ള ഒരു ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത്. നമ്മളിത് നിലത്തിറക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെല്ലാം ടെറസിലാണ് വെച്ചേക്കുന്നത്. വേപ്പില ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. വേപ്പില നമുക്ക് അമ്പഴങ്ങ എല്ലാം ഉണ്ടായിരുന്നു, അമ്പഴങ്ങ നമ്മൾ പറിച്ചതാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോട്ട, വേറെ സപ്പോട്ട വെച്ചിട്ടുണ്ട്, കായായി വരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് പുളി വെച്ചിട്ടുണ്ട്. നമ്മള് നെല്ലിക്കാപ്പുളി നിറയെ പുളികളാണ്. ഇത്രയും ചെറുതല്ലേ? ചെറുതിൽ നിറച്ച് നെല്ലിക്കാപ്പുളി ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് 22 വയസ്സുള്ള ഒരാളെ കാണിച്ചു തരാം. ദേ ഇത് കല്ലിലല്ലേ, ചെങ്കല്ലില്. മണ്ണില്ല ഏട്ടാ, മണ്ണില്ല, കല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ വാങ്ങിക്കാറുണ്ടോ? ഇതൊക്കെ വാങ്ങിക്കാറുണ്ട് ഏട്ടാ. കൂടുതൽ ഹോട്ടൽസ്, കഫേസ്, അതേപോലെ തന്നെ ജ്വല്ലറി, അവരൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടും കൊണ്ടാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് ഇത് പോകുന്നത് അല്ലേ? അതെ അതെ. സത്യത്തിൽ ഇവരുടെ വീടിന്റെ ഉള്ളിലോട്ട് കയറി ഞെട്ടിപ്പോവും അല്ലെ? മൊത്തം ഇതൊക്കെ വെച്ചേക്കുവാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇത് നമ്മളെ ഒരു മനസ്സിന്റെ സന്തോഷമാണല്ലോ, പാഷനാണ്. ഞാൻ UH എഞ്ചിനായിരുന്നു, ആ ജോലി വരെ റിസൈൻ ചെയ്തിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ഇപ്പൊ ഫുൾ ടൈം ആണ്. ജോലി വിട്ടിട്ടാണ് ഇതിലോട്ട് ഇറങ്ങിയത്. അമ്മ ആദ്യം തുടങ്ങി, അമ്മയുടെ പാഷൻ ഞാനും കൂടി ഏറ്റെടുത്തത് എന്റെ പാഷനായി. അങ്ങനെ ആക്കിയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും മറ്റേ ബുദ്ധനൊക്കെ അലങ്കരിച്ചേക്കുന്നല്ലേ വീടിന്റെ സൈഡിലായിട്ട്. അതെ, നമ്മുടെ വീട്ടിൽ നോക്കിയാൽ കുറെ ബുദ്ധനെ കാണാൻ വേണ്ടി പറ്റും. ബുദ്ധ ഞങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ കളക്ട് ചെയ്യുന്ന ഒരു ഫേവറേറ്റ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മറ്റേ ഇതും വെച്ചിട്ടുണ്ടല്ലേ, ചെടികളും. എല്ലാ ലൈവ് പ്ലാന്റ്സ് ആണ് കേട്ടാ, എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഇത് ഇരുന്നേച്ച സാധനങ്ങളൊക്കെ പെട്ടെന്ന് കാണിക്കുകയാണ്, കാരണം നമ്മൾ പെട്ടെന്ന് ഇവിടെ അടുത്ത് വരെ വന്നപ്പോ ജസ്റ്റ് ഒന്ന് കയറിയതാണല്ലേ. അതെ, പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പോട്ട്സിന്റെ ഒരുപാട് കോംബോ ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഇതെല്ലാം ഉള്ളിൽ വെക്കാൻ പറ്റുന്ന സെറാമിക്കുകളും ഉണ്ട് ഇതിന്റെ അകത്ത്. നമുക്ക് അതല്ലാതെ പ്ലാസ്റ്റിക് പോട്ട്സ്, ഏത് ടൈപ്പ് വേണേലും പറഞ്ഞാൽ മതി, എല്ലാം നമുക്ക് വീട്ടിൽ കിട്ടും. ഓക്കെ, ഇത് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ബ്രോ? ചേട്ടാ, നമുക്ക് പ്ലാന്റ് അത്ര നന്നായിട്ടും കാര്യമില്ല, പോട്ടി മിക്സ് നന്നാണ്. അതിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. പോട്ടി മിക്സ് നന്നായാലേ ചെടി നന്നാവുള്ളൂ. അപ്പൊ നമ്മള് പോട്ടി മിക്സിന് ഇവിടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ്, കൽപ്പൊടി, ചാണകപ്പൊടി, അതേപോലെ തന്നെ ആട്ടുംകാട്ടാണ് കിടക്കുന്നത്. ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മൾ എത്ര നല്ല പ്ലാന്റ് വെച്ചിട്ടും കാര്യമില്ല, നമ്മുടെ പോട്ടി മിക്സ് നന്നായിരിക്കണം. പോട്ടി മിക്സ് എപ്പോഴും ലൂസ് ആയിരിക്കണം, അപ്പോഴേ വേരുകൾ സ്മൂത്ത് ആയിട്ട് ഓടുള്ളൂ, വെള്ളം അടിയിൽ വരെ എത്തുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പോട്ടിലാ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടുകൾ തന്നെ എപ്പോഴും ഉപയോഗിക്കണം. ഈ പോട്ടി മിക്സ് ഒക്കെ ഇവിടെ കൊടുക്കുമോ? ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഹോം ഡെലിവറി ആയിട്ട് കിട്ടും. ഇത് കൂടാണ്ട് നമുക്ക് പ്ലാന്റ്സിന് വേണ്ട ഫെർട്ടിലൈസേഴ്സും ഹോർമോൺസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ 3 കളറല്ലേ? അതെ കേട്ടോ, ഒരു ചെടിയിൽ 3 കളറാണ്. പിങ്ക്, റെഡ്, വൈറ്റ്. വൈറ്റില് പിങ്ക് മിക്സും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 4 കളർ ഉണ്ടെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ എല്ലായിടത്തും പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ എറണാകുളം ജില്ലയിൽ നമ്മുടെ ഡയറക്ട് സർവീസ് അവൈലബിൾ ആണ്. ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ലാൻഡ്സ്കേപ്പ് നമുക്ക് 24 മണിക്കൂറിൽ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കും. ബാൽക്കണി സെറ്റ് ചെയ്ത് തരും. പുതിയ വീടൊക്കെ വെക്കുമ്പോൾ വിളിച്ചാൽ മതി അല്ലേ? പഴയതോ പുതിയതോ ആയിക്കോട്ടെ, നമുക്ക് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഞങ്ങളുടെ സർവീസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഇതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ചെടികളൊക്കെ വേണ്ടവർ എന്താ വേണ്ടത്? ഒന്നും തന്നെ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇതിനകത്ത് ഏത് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും അല്ലേ? എന്തും എത്തിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനും അതും ക്ലിയർ ചെയ്ത് തരും. അതെ, ഓക്കെ.